യെസ്, അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇനി ബംഗാളിലേക്കാണ്. SIR-മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംസ്ഥാനത്താകെ പാർലമെന്റിലും ഈ വിഷയമൊക്കെ ഉയർത്തുന്നു. അതിനിടെ ബംഗാളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ശേഷം കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. 58 ലക്ഷത്തിലധികം പേരുകൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തേക്കും എന്നാണ് റിപ്പോർട്ട്. കരട് പട്ടികയിൽ പരാതികൾ ഉണ്ടെങ്കിൽ ജനുവരി 7 വരെ നൽകാൻ കഴിയും. 7 കോടിയിലധികം വോട്ടർമാരാണ് നിലവിൽ ബംഗാളിലുള്ളത്. സജു തോമസ് വിശദാംശങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന്. സജു, ബംഗാളിൽ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. എത്ര ദിവസമാണ് ഈ പരാതികൾ അറിയിക്കാനായി നൽകിയിട്ടുള്ളത്? എത്ര ലക്ഷത്തിലധികം? ഇപ്പോൾ ബീഹാറിൽ നമ്മൾ കണ്ടത് 40 ലക്ഷത്തോളം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് SIR-ന്റെ ഭാഗമായി നീക്കം ചെയ്തിരുന്നു. ഇവിടെ ലഭിക്കുന്ന സൂചനകളും സാധ്യതകളും എങ്ങനെയാണ്? സൈഫുദ്ദീൻ ജിൽസി, ബീഹാറിന് സമാനമായി തന്നെ ബംഗാളിലും അതോടൊപ്പം തന്നെ മറ്റ് 5 സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് ഇന്നാണ് പുറത്തു വരാൻ പോകുന്നത്. 58 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോകുന്നത് എന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഇന്നാണ് ഈ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ബംഗാളിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 7 കോടിയാണ്. അതിലാണ് ഇപ്പോൾ 58 ലക്ഷത്തെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഒരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ ലിസ്റ്റ് പുറത്തു വന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എത്ര വോട്ടർമാരാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താവുക എന്നുള്ളത് കൂടുതൽ വിശദീകരിക്കാനാവൂ. അതായത് നമുക്കറിയാവുന്നത് പോലെ പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഗോവ, പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ SIR കരട് പട്ടികയാണ് ഇന്നിപ്പോൾ പുറത്തിറങ്ങുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്താക്കാൻ പോകുന്നത് ബംഗാൾ തന്നെയാണ്. അടുത്ത വർഷമാണ് ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ബംഗാളിൽ SIR-മായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നിലനിൽക്കുകയും പ്രത്യേകിച്ച് ബംഗാളിലെ BLO-മാർ 19 പേരാണ് ആത്മഹത്യ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും MP-മാരടക്കം അതായത് ഈ വിഷയത്തിൽ വലിയ തോതിൽ പ്രശ്നസങ്കീർണമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് ബംഗാൾ നീങ്ങിയത്. അതിന്റെയൊക്കെ അലവലികൾ പാർലമെന്റ് അടക്കം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഗവനിക്കാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പോക്ക്. ഗോവയിലും 8.5%, രാജസ്ഥാനിൽ 8% പേരുകൾ നീക്കം ചെയ്തു എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഏറ്റവും കുറവ് പേരുകൾ നീക്കം ചെയ്തിട്ടുള്ളത് ലക്ഷദ്വീപിലാണ്. 2.5% പേരുകൾ മാത്രമാണ് ലക്ഷദ്വീപിൽ നീക്കം ചെയ്തിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട്. എന്തായാലും മറ്റു സംസ്ഥാനങ്ങളിൽ SIR-ന്റെ പണികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 4-നാണ് SIR നടപടികൾ ആരംഭിച്ചത്. ഡിസംബർ 11 വരെയാണ് പ്രക്രിയ തുടർന്നത്. ഡിസംബർ 16-നാണ് ഇപ്പോൾ ഈ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടി, അതായത് ഇന്നാണ് പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഈ പട്ടികയിൽ നിന്ന് എതിർപ്പുള്ളവർക്ക് 2026 ജനുവരി 17 വരെ അപേക്ഷിക്കാമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയതെങ്കിൽ നമ്മൾ കണ്ടതാണ് ഈ ദിവസങ്ങൾ മുൻപോട്ട് നീക്കുമെന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിൽ BLO-മാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് അത്തരം നടപടികളിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷമായിരിക്കും എത്ര പേരെയാണ്, എത്ര വോട്ടർമാരെയാണ് യഥാർത്ഥ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയിട്ടുള്ളത് എന്നത് ഒരു വ്യക്തത വരുത്തും. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ നിന്ന്